ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷമാണ്. ഒപ്പം പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ കൂടിയാണ്. നാളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒരു കാരണവശാലും പരിശുദ്ധ അമ്മയെ വേർപ്പെടുത്തി നിർത്താൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. മനുഷ്യർ ആര് അമ്മയെ വേർപ്പെടുത്താൻ ശ്രമിച്ചാലും ആ ശരീരത്തിൻ്റെ ഉള്ളിൽ 9 മാസം ഈ ശരീരം ഉണ്ടായിരുന്നു എന്നത് തന്നെ അവരുടെ സംയുക്ത ഹൃദയങ്ങളുടെ യോജിപ്പിനെക്കുറിച്ച് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കുകയാണ്. ഇന്ന് മുഴുവൻ ഈശോയുടെ തിരുഹൃദയ കൊന്ത ജപിച്ചാൽ നന്നായിരിക്കും അല്ലേ? സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈശോയുടെ കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ, ഈശോയെ എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അതല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. മറ്റൊരു സുഹൃതജപം, എൻ്റെ ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, അങ്ങയെ എപ്പോഴും അധികമധികം സ്നേഹിപ്പാൻ കൃപ ചെയ്യണമേ. ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, പാപികളുടെ മനസ്സ് തിരിക്കണമേ. മരണാവസ്ഥയിൽ കിടക്കുന്നവരെ കാത്തു രക്ഷിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കൾക്ക് മോചനം നൽകണമേ. ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഞങ്ങളെ പ്രതിയുടെ സ്നേഹത്താൽ ജ്വലിച്ചെരിയുന്ന ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയമേ, അങ്ങേ നേരെയുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഈശോയെ, ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കുന്നു. എൻ്റെ നല്ല ഈശോയെ, ഞാൻ അങ്ങേയ്ക്കായി മരിക്കുന്നു. ഈശോയെ, ആയുസ്സിലും മരണത്തിലും ഞാൻ അങ്ങേയ്ക്കുള്ളവനാകുന്നു. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെ എല്ലാവരും അറിയുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതിയും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഇതെല്ലാം ഓരോരോ സുഹൃതജപങ്ങളാണ്. ഓരോ ദിവസം ഒരു സുഹൃതജപം എടുത്ത് നമ്മളെന്നും ചൊല്ലിയാൽ ഈശോയുടെ തിരുഹൃദയത്തിനെതിരെ മനുഷ്യമക്കൾ ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് അത് പരിഹാരമായിട്ട് വരും. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിനോടുള്ള പല പ്രാർത്ഥനകളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ സുഹൃതജപങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ള സുഹൃതജപങ്ങളല്ല കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുൻപ് അച്ചടിച്ച ഒരു പുസ്തകത്തിൽ നിന്നും കിട്ടിയതാണ്. ചാവറ പിതാവിൻ്റെ അവിടെ നിന്നും അച്ചടിച്ചതാണ്. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം അച്ചടിച്ചതെന്ന് തോന്നുന്നു. ഇത് എൻ്റെ കയ്യിലെത്തിയിട്ട് എൻ്റെ വയസ്സോളം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എൻ്റെ അമ്മ ഉപയോഗിച്ച പുസ്തകമാണിത്. ആകെ കീറി പറഞ്ഞ പുസ്തകം ഞാൻ ഒട്ടിച്ച് അങ്ങനെ ഇപ്പോഴും സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റേതായിട്ടൊന്നുമല്ല, പുസ്തകങ്ങളിൽ നിന്ന് പണ്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ലഭിച്ച ഒരു പുസ്തകത്തിലെ സുഹൃതജപങ്ങളാണ് ഞാനീ പറഞ്ഞു തന്നത്. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയ ചൊല്ലാൻ നമുക്കിന്ന്. അങ്ങനെ തിരുഹൃദയത്തെ ഓർത്ത് ധ്യാനിച്ച് ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ ഇന്ന് നമ്മളെല്ലാവരും നടത്തുമല്ലോ. ഇടവകയിൽ ഇന്ന് മണിയടിക്കുമ്പോൾ 8 മണിക്ക് എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളും ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തും. നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ ക്ഷണിക്കാം. നമ്മളേറെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ച് നമ്മൾ എന്ത് ചോദിച്ചാലും, ഭൗതികമായിരിക്കാം, പക്ഷേ സമ്പത്ത് വർദ്ധിക്കണം, അതും ഒന്നുമല്ല. നമ്മൾ അത്രയധികം വിഷമിച്ചിരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി പ്രാർത്ഥിച്ച് നോക്ക്. ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ തൊട്ടപ്പുറത്ത് അമ്മയുടെ പരിശുദ്ധ വിമല ഹൃദയം ഉണ്ട്. ഇത് എൻ്റെ റൂമിൽ ഞാൻ വെച്ചിരിക്കുന്ന ഫോട്ടോയാണ്. ഈ ഫോട്ടോ കിട്ടിയ ചരിത്രം
പറയുകയാണെങ്കിൽ തമാശ തോന്നും. ഏതോ ഒരു സോപ്പുകാരുടെ അഡ്വർടൈസ്മെൻ്റായിട്ട് എങ്ങനെ വന്നു എന്ന് അറിയില്ല. അതും ഒരു 30-35 വർഷം പഴക്കമുള്ളൊരു ഫോട്ടോയാണ്. ഒരു കലണ്ടറായിരുന്നു ഈശോയുടെ തിരുഹൃദയം. അത് ഇത്രയും വലിയ കലണ്ടർ എനിക്ക് കിട്ടിയപ്പോൾ ഈശോയുടെ തിരുഹൃദയമല്ലേ. ഞാനത് അന്ന് തൊട്ട് അതിനെ വലിയ ബഹുമാനത്തോടു കൂടെ ആദരവോടുകൂടെ ഞാൻ ചുമരിന്മേ തൂക്കിയിട്ടിരുന്നു. മുകളിലാണ് ഞാൻ തൂക്കിയിട്ടിരുന്നത്. പ്രിയ കൂട്ടുകാരെ, അത്ഭുതകരമായിട്ടുള്ള ഇടപെടലാണ് ഈശോയുടെ തിരുഹൃദയം എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളത്. എനിക്ക് സഹിക്കാൻ പറ്റാതാകുമ്പോൾ ഞാൻ മുകളിൽ കയറും, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ പടത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ, നീ വരണം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അതിൻ്റെ മറുപടി കിട്ടിയിരിക്കും. നിങ്ങൾ വിചാരിക്കരുത് മകന് ജോലി കിട്ടാനോ സാമ്പത്തികം ഉയരാനോ ബിസിനസ് നന്നാവാനോ ഒന്നുമല്ല പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിച്ചാലും കിട്ടില്ല. അത് ഈശോയുടെ പദ്ധതിക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുക. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ നിലയിൽ പോയാൽ എന്ന് വന്നാൽ ഞാൻ ഈ തിരുഹൃദയത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുക. 3 വലിയ കാര്യങ്ങൾ ഈശോ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ഈശോയുടെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് അതെല്ലാം കർത്താവ് മാറ്റി തന്നത്. നിങ്ങളും പ്രാർത്ഥിച്ചു നോക്കൂ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത കുരിശും നമ്മോട് ഉള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നിജ്വാലയും നമുക്കതിൽ കാണാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഇറ്റുവീഴുന്ന ആ തിരുരക്തത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അമ്മയെ ഞാൻ ഒരിക്കലും ഈശോയുടെ സ്ഥലത്ത് നിന്നും അകറ്റി വയ്ക്കാറില്ല. അത് അമ്മയ്ക്ക് സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒപ്പം അമ്മയുടെ വിമല ഹൃദയവും എടുത്തു വയ്ക്കും. അത് എൻ്റെ ഒരു ശീലമാണ്. കാരണം അവരൊരിക്കലും വേർപ്പെടില്ല, അവരെ വേർപിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊന്നിച്ചിരുന്നോട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പഴയ പുസ്തകത്തിൽ നിന്ന് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പുണ്യവതി ജപിച്ച ഒരു ജപം ഇന്ന് നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. ഈ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് ഇങ്ങനെയാണ് ആ ജപം. ഞാൻ എന്നെയും എൻ്റെ ആയുസ്സിനെയും എൻ്റെ ദുരിതങ്ങളെയും എൻ്റെ സമസ്തവും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിന് കാഴ്ചവെക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ തിരുഹൃദയത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിനല്ലാതെ മറ്റൊന്നിനും എൻ്റെ അസ്തിത്വം വിനിയോഗിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തിരുഹൃദയത്തിന് അനിഷ്ടമായുള്ളതൊക്കെ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടെ പരിത്യജിച്ചുകൊണ്ട് ഈശോയുടെ സ്വന്തമാകുവാനും അവിടുത്തെ നേരെയുള്ള സ്നേഹത്താൽ എല്ലാം പ്രവർത്തിപ്പാനും ഞാൻ സ്ഥിരനിശ്ചയം ചെയ്തിരിക്കുന്നു. ആകയാൽ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് എൻ്റെ ആയുസ്സിൻ്റെ അതിനായകനും എൻ്റെ രക്ഷയുടെ ഉപകർത്താവും എൻ്റെ ചാബല്യത്തിൻ്റെയും അസ്ഥിരതയുടെയും ദിവ്യ ഔഷധവും എൻ്റെ ന്യൂനതകളുടെ പരികർത്താവും എൻ്റെ മരണനേരത്തിൽ ഭദ്രസങ്കേതവുമായി എൻ്റെ സ്നേഹത്തിൻ്റെ ഏക വിഷയമായി അങ്ങയെ ഞാൻ കൈക്കൊള്ളുന്നു. ഓ നന്മയുടെ നിധിയായ ഹൃദയമേ, അങ്ങേ പരമപിതാവിൻ പക്കലുള്ള ഞങ്ങളുടെ നീതിയും യോഗ്യതയും അങ്ങ് തന്നെ ആയിരിക്കുകയും ആ പിതാവിൻ്റെ നീതി കോപത്തിൻ ശിക്ഷകളെ ഞങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്യണമേ. ഓ സ്നേഹത്തിൻ്റെ ഹൃദയമേ, ഞാൻ എൻ്റെ ആശ്രയമൊക്കെയും അങ്ങിൽ നിക്ഷേപിക്കുന്നു. എൻ്റെ ദുഷ്ടതയെയും ബലഹീനതയെയും കുറിച്ച് ഞാൻ ഭയപ്പെടുകയാൽ അങ്ങേ നന്മയിൽ നിന്നും സമസ്തവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങേക്ക് അനിഷ്ടമായോ വിരോധമായോ ചെയ്യാവുന്നതൊക്കെയും എന്നിൽ നിന്നും ദഹിപ്പിച്ച് ഇല്ലായ്മ ചെയ്യണമേ. ഞാൻ ഒരിക്കലും അങ്ങയെ മറക്കുകയും അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം എത്രയും ഉറപ്പായി അങ്ങേ പരിശുദ്ധമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പതിച്ചരുളണമേ. അങ്ങേ ദാസനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിൽ എൻ്റെ സകല ഭാഗ്യവും മഹത്വവും ഞാൻ കരുതിയിരിക്കയാൽ അങ്ങയിൽ എൻ്റെ നാമധേയം അങ്ങ് എഴുതണമെന്ന് അങ്ങേ എല്ലാ നന്മകളെയും കുറിച്ച് ഞാൻ അങ്ങയോട് നിർബന്ധപൂർവം അപേക്ഷിക്കുന്നു. ആമേൻ. എൻ്റെ സർവേശ്വര, ഇന്നേ ദിവസം
ലോകമെങ്ങും സമർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളെല്ലാം ഇന്ന് മരണപീഡയിലിരിക്കുന്നവരും മരിപ്പാനിരിക്കുന്നവരുമായ പാപികൾക്ക് വേണ്ടി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ലോകരക്ഷിതാവായ ഈശോയുടെ അമൂല്യ തിരുരക്തം അവർക്ക് കൃപ ലഭിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ഏക നന്മയെ, അങ്ങ് എനിക്ക് സർവസ്വവുമാകുന്നു. ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനായിരുന്നെങ്കിൽ നന്നായിരുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങളുടെ പൊറുതിക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കളുടെ രക്ഷയ്ക്കും വിശുദ്ധ കത്തോലിക്ക പള്ളിയുടെ ആവശ്യങ്ങൾക്കും പാപികളുടെ മനസ്സുതിരിവിനുമായി ഈശോ മിശിഹായുടെ തിരുരക്തത്തെയും കഷ്ടാനുഭവങ്ങളെയും മരണത്തെയും എത്രയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും വ്യാകുലങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് അനന്ത നന്മയായിരിക്കൊണ്ട് അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയെ പ്രതി എൻ്റെ അയൽക്കാരനെയും എന്നെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവമേ, സത്യത്തിൽ എല്ലാ മനസ്സുകളെയും സ്നേഹത്തിൽ എല്ലാ ഹൃദയങ്ങളെയും യോജിപ്പിക്കണമേ. നിത്യപിതാവേ, ഈശോമിശിഹായുടെ അമൂല്യ തിരുരക്തത്തെ പ്രതി അങ്ങേ ആരാധ്യമായ ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അനുസരണമായി അങ്ങേ ഏറ്റവും പരിശുദ്ധമായ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്നേഹത്തിൻ്റെ ഹൃദയമേ, ഞാൻ അങ്ങയിൽ എൻ്റെ ആശ്രയമെല്ലാം വയ്ക്കുന്നു. എന്തെന്നാൽ എൻ്റെ ക്ഷീണം മൂലം ഞാൻ എല്ലാം ഭയപ്പെടുന്നു. എങ്കിലും അങ്ങേ അനുഗ്രഹ ബുദ്ധിയാൽ ഞാൻ എല്ലാം ആശിക്കുന്നു. മഹാപരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയവും അമൂല്യ തിരുരക്തവും സ്തുതിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ പുസ്തകത്തിൻ്റെ ബാക്കിൽ അനുദിന തെറ്റുകൾ പരിഹരിക്കാൻ തക്ക ജപം എന്ന് പറഞ്ഞ ഒരു ജപം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മുൻപ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അത് തിരുഹൃദയത്തെക്കുറിച്ചുള്ളതാണ്. നിത്യപിതാവേ, ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനും ഞാൻ ചെയ്തു പോയ പാപങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തെ അതിൻ്റെ സ്നേഹം മുഴുവനോടും എല്ലാ പീഡകളോടും എല്ലാവിധ യോഗ്യതകളോടും കൂടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളതാണിത്. ക്ലാര പുണ്യവതിയുടെ സഭയിൽ ഒരു കന്യാസ്ത്രീ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മഠാധിപ. അപ്പോൾ ആ പുണ്യവതി ഈ മഠാധിപയ്ക്ക് പ്രത്യക്ഷയായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലാണ്, ഈശോയോടൊപ്പമാണ് എന്ന്. അപ്പോൾ ഈ മഠാധിപ ഈശോയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇവൾ ഇത്ര വേഗം സ്വർഗത്തിലെത്തിയത്? അപ്പോൾ പറയുകയാണ്, ദിവസം പ്രതി ഞാൻ രാത്രിയിൽ ഈ ജപം ചൊല്ലിയിരുന്നു. അതുമൂലം തൻ്റെ പാപപരിഹാരക്കടം തീർന്നിരുന്നതിനാൽ താൻ നേരെ മോക്ഷത്തിലേക്ക് പോയി എന്ന് വെളിപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു ഇത് ചാവറപിതാവാണ് ഇതെല്ലാം എഴുതി വച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന തെറ്റുകൾ പരിഹരിക്കാൻ നമുക്കാകെ ഒരു വഴിയേ ഉള്ളൂ. ഈശോയുടെ തിരുഹൃദയം എല്ലാ പാടുപീഡകളോടും സ്നേഹത്തോടും യോഗ്യതകളോടും കൂടെ പിതാവിന് കാഴ്ചവെക്കുക. എന്നും നമുക്ക് അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം ചൊല്ലി പ്രാർത്ഥിക്കാം. അതിൽ 3 ഭാഗമായിട്ടാണ്. 1, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പരിഹരിക്കുന്നതിനായി ഈശോ മിശിഹായുടെ തിരുഹൃദയം കാഴ്ചവെക്കുന്നു. 2, നമ്മുടെ കഴിഞ്ഞ ജീവിതകാലത്തിലും നമ്മൾ ചെയ്ത നന്മകളിൽ വന്നു പോയിട്ടുള്ള ന്യൂനതകളെ പരിഹരിക്കാം. 3, നമ്മുടെ ജീവിതകാലത്ത് ചെയ്യേണ്ടതായിരുന്ന നന്മകൾ എന്നാൽ നമ്മൾ ചെയ്തില്ല, അതിനെ പ്രതി പരിഹാരമായിട്ട്. ഈ പ്രാർത്ഥന മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെയും പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടട്ടെ. ഞാൻ ഇന്നലെ പുലർച്ചെ ഈശോയുടെ ഈ തിരുഹൃദയ ഫോട്ടോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കറിയാലോ, വീട്ടിൻ്റെ ബഹളങ്ങളൊക്കെ ഒഴിഞ്ഞ് പുലർച്ചയ്ക്കാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ള ശാന്തമായിട്ടുള്ള സമയം കിട്ടുക. 3:30 മണിക്ക് ഈശോയുടെ ഈ തിരുഹൃദയത്തിനെ നോക്കി ധ്യാനിച്ചിരുന്നപ്പോൾ എനിക്ക് ഒരു പാട്ട് ലഭിച്ചു. പാട്ടല്ല എന്ന് പറയാം, അതൊരു കവിതയാണെന്ന് തോന്നുന്നു. ഞാൻ ആ കവിത എൻ്റെ രീതിയിൽ അങ്ങോട്ട് പാടി. ഞാൻ കേട്ടത് കവിതയായിട്ടാണ്. കുറേ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ട്, ഈശോയുടെ തിരുഹൃദയം എനിക്ക് തന്ന ഒരു സമ്മാനമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് എൻ്റെ രീതിയിൽ പാട്ടുപാടിയിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി നമുക്ക് ധ്യാനിക്കാം.
അതിൻ്റെ ഒപ്പം പരിശുദ്ധ അമ്മ നിത്യവും സഹായിക്കാൻ നമുക്ക് മധ്യസ്ഥയായിട്ട് ഉണ്ട് എന്നും നമുക്ക് ഓർക്കാം. ഈശോയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്താൽ ജ്വലിക്കും ഹൃദയം, നമ്മോടുള്ള സ്നേഹത്താൽ കത്തി ജ്വലിക്കുമീ ഹൃദയം. ഈശോയുടെ തിരുഹൃദയം നാമല്ലേ കൊടുത്തതീ മുൾമുടി, നാമല്ലേ കൊടുത്തതീ മരക്കുരിശും, നാമല്ലേ കൊടുത്തതീ വേദനകൾ, നാം ഇനിയും കൊടുക്കില്ലേ വേദനകൾ. തുടിക്കുമെന്നാലും ഈ ഹൃദയം നിന്നോടുള്ള സ്നേഹത്താൽ, എന്നോടുള്ള സ്നേഹത്താൽ. ഈശോയുടെ തിരുഹൃദയം കുരിശു ചുമക്കും അടിയേറ്റു തളരും തുപ്പലും നിന്ദനങ്ങളും എല്ലാം സഹിക്കും നിനക്കു വേണ്ടി. പരാതിയില്ല, പരിഭവമില്ല, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. പരാതിയില്ല, പരിഭവമില്ല, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുമീ ഹൃദയം. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുമാ ഹൃദയം.